ഹായ്, ഇന്ന് നമ്മൾ എടുക്കുന്നത് സി മേജർ സ്കെയിലാണ്. പക്ഷെ സി മേജർ സ്കെയിലാണെങ്കിലും രാഗത്തിലേക്ക് പോകുമ്പോൾ അത് സി മേജർ സ്കെയിലിൽ ശങ്കരാഭരണം രാഗമാണെന്ന് മിസ് പഠിപ്പിച്ചായിരുന്നല്ലേ. പക്ഷേ സി മേജർ സ്കെയിൽ ഇന്ന് എടുക്കുമ്പോൾ അത് ഗൗരി മനോഹരി രാഗമായിട്ട് വരും. പക്ഷെ അതെങ്ങനെയാണ്, അതിൻ്റെ സ്വരസ്ഥാനം എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സി മേജർ സ്കെയിലിൻ്റെ ഫിംഗറിങ് മിസ് പല ക്ലാസ്സിലും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് നിങ്ങൾ ഇത് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാണ് ഇത് കേട്ടോ. അപ്പോൾ സി, ഡി, ഇ, എ, ജി, എ, ബി, സി, ബി, എ, ജി, എ, ഇ, ബി, സി. അത് എല്ലാം വെളുത്ത നോട്ടാണ്. രാഗം പറയുമ്പോൾ ശങ്കരാഭരണം രാഗമായിട്ട് വരും കേട്ടോ. പക്ഷേ ഇന്ന് നമ്മൾ എടുക്കുന്നത് അത് ഗൗരി മനോഹരി രാഗമാണ്. അതിൻ്റെ അകത്ത് ഈ ഒരു നോട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി കൺഫ്യൂസ് ഉണ്ടാകും. ഈ സി മേജർ സ്കെയിൽ ഇങ്ങനെയാണല്ലോ, പിന്നെ അങ്ങനെ ഈ നോട്ട് വന്നിട്ട് മിസ് ഇങ്ങനെ സി മേജർ സ്കെയിൽ എന്ന് പറയുന്നതാണ്. അത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് മിസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്. അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഞാൻ കൂടുതൽ ക്ലിയർ ചെയ്ത് അവർക്ക് കാണിച്ചു തരാം. ഇപ്പോൾ ഇത് പാട്ടിൻ്റെ ഈ ഗൗരി മനോഹരി സ്വരസ്ഥാനം എങ്ങനെയാണ് പോകുന്നത് നമുക്ക് നോക്കാം. ഇത് കണ്ടോ, ഷഡ്ജം, ശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധ മധ്യമ, പഞ്ചമ, ശ്രുതി ദൈവത, കാകളി നിഷാദ. മേളകർത്ത രാഗമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ 7 സ്വരം വരും കേട്ടോ. അപ്പോൾ ഈ പാട്ട് ഇങ്ങനെ പോകുന്നത് എത്ര നാൾ കാത്തിരുന്നു ഒന്ന് കാണുവാൻ, അങ്ങനെ ഒരു പാട്ടാണ് കേട്ടോ. ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ്. പുതിയ കുട്ടികളുടെ പാട്ട്, നല്ല പാട്ടാണ്. ഇങ്ങനെ പാട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളിത് എടുക്കുമ്പോൾ ഇങ്ങനെ എടുക്കണം. പിന്നെ ബാക്കിയുള്ള ഇങ്ങനെ ഈ കീഴിൽ തന്നെ ഈ പാട്ടിരിക്കണം കേട്ടോ മക്കളെ, നിങ്ങൾക്ക് ഒട്ടും സംശയം വേണ്ട. അപ്പോൾ പിന്നെ നിങ്ങൾ എടുക്കുമ്പോൾ അങ്ങനെ നിങ്ങൾ ഈ പാട്ട് എടുക്കാൻ ഞാൻ ശ്രമിച്ചു നോക്കണം. ഒരു നോട്ട് മിസ് ഇപ്പോൾ എടുത്തപ്പോൾ വെച്ചിട്ട് ഇത് വന്നിട്ടുണ്ട്. അത് നിങ്ങളൊന്ന് സൂക്ഷിച്ചുകൊണ്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇനി ബോർഡിൽ മിസ് എക്സ്പ്ലെയിൻ ചെയ്ത് ക്ലിയർ ആക്കി തരാം എങ്ങനെ ഈ രാഗം ഗൗരി മനോഹരിയായി മാറി എന്നുള്ളത് കാണിച്ചു തരാം. ഇവിടെ മിസ് സി മേജർ സ്കെയിലെന്ന് എഴുതിയിരിക്കുന്നു അല്ലേ. ഇത് കണ്ടോ, ഇവിടെ ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ എന്തെങ്കിലും സി മേജർ സ്കെയിലില്ലാത്ത ഏത് സ്കെയിൽ വന്നാലും, സി മേജറിനും എ മൈനറിനും അല്ലാത്ത ഏത് സ്കെയിൽ വന്നാലും ഇവിടെ എന്തെങ്കിലും സിമ്പിൾ ഉണ്ടാവും അല്ലേ. ഇതുപോലെ ഏതെങ്കിലും ഒന്നവിടെ കാണും അല്ലേ, എന്തെങ്കിലും 1 2 ഒക്കെ കാണും. അങ്ങനെ അതാണ് അതിൻ്റെ സ്കെയിൽ പോകുമ്പോൾ. പക്ഷേ ഇവിടെ വന്നിട്ട് ഇത് സി മേജർ സ്കെയിൽ തന്നെയാണ്. പക്ഷേ ഗൗരി മനോഹരി രാഗം എന്ന് വരുമ്പോൾ ഇവിടെ നമ്മൾ വെളുത്ത നോട്ടിൽ പിടിക്കും. സി മേജർ സ്കെയിലിൽ വെളുത്ത നോട്ടിൽ പിടിക്കും. അത് ശങ്കരാഭരണം രാഗമായിട്ട് മാറുമെന്ന് മിസ് പഠിപ്പിച്ചായിരുന്നു അല്ലേ. ഇപ്പം ഇത് വന്നിട്ട് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഒരു ഫ്ലാറ്റ് കൈവച്ചിട്ടുണ്ട്. അപ്പം സ്കെയിലായിട്ട് എഴുതുമ്പോൾ ഇത് വന്ന് സി മേജർ സ്കെയിലിൽ ആക്സിഡൻ്റൽ നോട്ട് എന്ന് പറയും. അപ്പോഴെന്താ വെച്ചാൽ ഇവിടെ ഇങ്ങനെ വന്ന് എഴുതുമല്ലോ മിസ്, ആക്സിഡൻ്റ് അല്ലേ. ഇങ്ങനെ നമ്മൾ ഇവിടെ എഴുതുമായിരുന്നു മിസ്, ഇവിടെ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടല്ലേ. ഇതിൻ്റെ സൈൻ വന്ന് ആക്സിഡൻ്റൽ സൈൻ ഇതാന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. പക്ഷേ നമ്മൾ വന്ന് ഇങ്ങനെ നമ്മളിവിടെ സിമ്പിൾ എഴുതിക്കൊണ്ട് നമ്മളിവിടെ വന്നിട്ട് ഇവിടെ സൈൻ എഴുതിയിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇല്ലാതെ വരുമ്പോഴാണ് നമ്മളിങ്ങനെ ആക്സിഡൻ്റൽ എന്ന് എഴുതി കാണിക്കുന്നത്. പക്ഷേ ഇവിടെ നമ്മളൊന്നും എഴുതിയിട്ടില്ല. അപ്പോൾ ഇതിവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സി മേജർ സ്കെയിലിൽ ഇങ്ങനൊരു പാട്ടെടുക്കുമ്പോൾ ഈ മാത്രമാണ് നമ്മൾ ഫ്ലാറ്റ് കൈവയ്ക്കുന്നത്. അങ്ങനെ ഫ്ലാറ്റ് കൈവയ്ക്കുമ്പോൾ അത് വന്ന് ഗൗരി മനോഹരി രാഗമായിട്ട് മാറും. പക്ഷെ ഈ പാട്ട് നല്ല ഒരു പാട്ടാണ്. അപ്പോൾ ഈ പാട്ട് ഈ രാഗത്തിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യുക.
ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലോ ഇത്ര സ്കെയിലിനുള്ളിലെ പാട്ടുകൾ രാഗങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് രാഗങ്ങൾ മാറി മറിയുന്നത്. സ്കെയിലും രാഗവും കൂടി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ പഠിക്കാൻ വരും. പക്ഷെ രാഗം പഠിക്കാൻ നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ മാത്രം മതി. അപ്പോൾ കണ്ടല്ലോ, അപ്പം നമ്മൾ എഴുതിയിരിക്കുന്ന സി മേജർ സ്കെയിലാണ്. ആ സ്കെയിലിൽ നമുക്ക് 20 രാഗങ്ങളോളം സി മേജർ സ്കെയിലിൽ നിന്ന് എടുത്തതുണ്ട്. സി മേജർ സ്കെയിലിൽ വരുന്ന രാഗങ്ങളുണ്ട്. അതായത് ശങ്കരാഭരണത്തിൻ്റെ അടുത്ത രാഗങ്ങളാണ്. പക്ഷേ ഇത് ശങ്കരാഭരണത്തിനടുത്ത് ഇത് മേളകർത്ത രാഗത്തിൽ തന്നെ ഉള്ളത് കൊണ്ട് ഇത് മറ്റൊരു രാഗത്തിൽ നിന്ന് എടുത്ത രാഗമല്ല. പക്ഷേ 7 സ്വരമുണ്ട്. ഇങ്ങനെ സ്കെയിൽ എഴുതുമ്പോൾ ഇങ്ങനെ നമുക്ക് എഴുതാൻ സാധിക്കുകയുള്ളൂ. ഇത് കൊണ്ടുപോയി ഇവിടെ ഇടാൻ സാധിക്കുകയില്ല. മനസ്സിലായോ? അതാണ് ഇതിനകത്ത് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. മിസ് ബോർഡിൽ എഴുതുന്നത് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ടല്ലോ അല്ലേ? നിങ്ങളെല്ലാവരും അത് സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ. നന്നായിട്ട് ക്ലിയറായിട്ട് കണ്ട് മനസ്സിലാക്കി പഠിക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും കൺഫ്യൂസ് ഉണ്ടാകും. അതുപോലെ തന്നെ പരമാവധി നിങ്ങൾ എപ്പിസോഡ് 1 മുടങ്ങാതെ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ മാറിക്കിട്ടും. അപ്പോൾ അടുത്ത ക്ലാസ്സിന് നമുക്ക് ഇനിയൊരു പാട്ട് വേറൊരു രാഗവുമായിട്ട് കാണാം. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ക്ലാസ്സിന് വീണ്ടും കാണാം. ബൈ.